കുഞ്ഞിട്ട് നമ്മൾ എവിടെ പോവാ? എവിടെ പോവാ? അല്ല എന്തിനാ പോണേ? കളിമണ്ണ് എടുക്കാനാണോ? കളിമണ്ണ് എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യാ? ആനയാവോ എന്തോ? ആനയാവോ നോക്കാം അല്ലേ? പുറമേ ഉള്ള ഭാഗം മാറ്റിയിട്ട് ഉള്ളിൽ നിന്ന് എടുക്കാം. ഇരിക്കൂ കുട്ടൻ്റെ കുഞ്ഞിട്ട് ഇന്നലെ നമ്മൾ ആ കുഴിച്ചിട്ട കോലെടുത്തിട്ട് നിലത്ത് കുത്തിയാലോ? നമ്മളുടെയൊക്കെയും ചെറുപ്പത്തിൽ മൊബൈലില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നല്ലോ. ടി വി അധികം ഉപയോഗിക്കാത്ത, ഇത്രയധികം കാർട്ടൂണുകളില്ലാത്ത. അപ്പം അന്ന് നമ്മളൊക്കെ എന്ത് ചെയ്തിരുന്നു എന്ന് ആലോചിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള പല ഐഡിയകളും കിട്ടിയത്. കുത്തു കളിമണ്ണ് എടുക്കണ്ടേ നമുക്ക്? കുഴി ഉണ്ടാക്കാം അല്ലേ? നമുക്ക് ബക്കറ്റ് മണ്ണെടുത്ത് ബക്കറ്റിലിടാം. പോരെ കുഞ്ഞിട്ടാ മണ്ണെടുത്തത്? ഒന്നും കൂടി വേണോ? എന്തിനോ? നമുക്ക് അത്യാവശ്യം മണ്ണ് എടുത്തില്ലേ നമ്മളിപ്പോ? അയ്യോ ബക്കറ്റ് നിറച്ചത് മണ്ണ് ഇവിടെ നിർത്തോണ്ടോണ്ടാ. വെള്ളം എടുത്തിട്ട് മണ്ണ് കുഴക്കണ്ടേ? എന്താ ചെയ്യണേ? മണ്ണ് ബേസിലേക്ക് വാരിട്ടോ. ഇനി വെള്ളം ഒഴിച്ചോളൂ. ഉടയ്ക്കൂ, കട്ടയൊക്കെ ഉടയ്ക്കൂ. വെള്ളം ഇങ്ങനെ കോരിയിടല്ല, കട്ട ഉടച്ചിട്ട് അതിനെ ഇതാക്കൂ, പേസ്റ്റ് ആക്കൂ. ഓ പാകത്തിന് വെള്ളം പാടൂ. ഇപ്പൊ എത്രയായി വെള്ളം? പാകത്തിനായോ? നമുക്ക് കട്ട ഉടയ്ക്കാം അല്ലേ? കട്ട ഉടയ്ക്കാം. കല്ലൊക്കെ പോയില്ലേ ഇപ്പോൾ? കൈകൊണ്ട് ഇങ്ങനെ കുഞ്ഞു ഉരുളുണ്ടാക്കിയാൽ മതി. ഇങ്ങനെ അമ്മ ഉണ്ടാക്കണോ? ഇതിനൊരു എൻഡ് റിസൾട്ട് ഞങ്ങളുടെ ഒരു വിഷയമായിരുന്നില്ല. ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോസസ്സ്, ആ ഒരു പ്രക്രിയ അവനെ പരിചയപ്പെടുത്തുക, കളിമണ്ണ് കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്ന് കാണിച്ചു കൊടുക്കുക. പിന്നെ അവനൊരു എൻ്റർടൈൻമെൻറ്റ്, കാരണം അവന് സ്ക്രീൻ ടൈം ആകെ 1 മണിക്കൂറേ ഉള്ളൂ. ടി വി മാത്രമേ ഉള്ളൂ. ഫോൺ ഇതുവരെ അവന് ഉപയോഗിക്കാൻ കൊടുത്തിട്ടില്ല. ഫോണിൽ ഇത്രയധികം സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ടെന്നുള്ള കാര്യം അവനെ അറിയില്ല. അവനെ കൂടുതൽ നേരം എൻ്റർടൈൻ ചെയ്ത് നിർത്തുക എന്നുള്ള ഉദ്ദേശത്തിലൊക്കെയാണ്. അപ്പോൾ നമ്മളെ തന്നെ സ്വയം ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കും, പുതിയതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അങ്ങനെ കണ്ടുപിടിച്ച ഒരു മാർഗ്ഗമാണ് നമ്മുടെ പാടത്ത് തന്നെയുള്ള മണ്ണുള്ളതുകൊണ്ട്. കുട്ടികളൊക്കെ വ്യത്യസ്തരാണ്, അവരെ നമുക്ക് മാനേജ് ചെയ്യാനും ബുദ്ധിമുട്ട് തന്നെയാണ്. ഇത്തരത്തിലുള്ള പുതിയ കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ അവരെ മാനേജ് ചെയ്യൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും എന്നാണ് തോന്നണത്.